Good morning, all. Good morning, ma'am. Okay. Last class personal management എന്താണ് human resource management എന്താണ് അതിന്റെ ഡിഫറൻസ് ആയിരുന്നു നമ്മൾ നോക്കിയത് ഡെഫിനിഷൻ നോക്കി then നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് human resource management പേഴ്സണൽ മാനേജ്മെന്റ് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് 1 മിനിറ്റ് ഓക്കെ നമ്മൾ മേജർ ഡിഫറൻസ് ആണ് ഇത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് The following are the major difference of personal management and the human resource management. Personal management deals with the workforce within the organization. നമ്മുടെ ഓർഗനൈസേഷനുള്ള വർക്ക്ഫോഴ്സിനെയുമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീൽ ചെയ്യാണ് ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റിൽ ചെയ്യുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ which focus on best possible use of the enterprise manpower. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള മാൻപവറിനെ ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം പോസിബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബെസ്റ്റ് പോസിബിൾ യൂസ് മാക്സിമം അല്ല ബെസ്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുകയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുന്നത്. ജസ്റ്റ് ഇവിടെ എന്താണ് ഫസ്റ്റ് പറയുന്നത് personal management deals with the workforce within the enterprise. Human resource management focus on best possible use. Okay. Then human resource management personal management ഒരു advanced version ആണ് ഇത് human resource management. പണ്ട് നമുക്ക് ഈ ഒരു human resource management എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഫോളോ ചെയ്തിരുന്ന കൺസെപ്റ്റ് ആയിരുന്നു ഇത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണ് കുറച്ചുകൂടി പേഴ്സണൽ മാനേജ്മെന്റിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ പേഴ്സണൽ മാനേജ്മെന്റിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി പേഴ്സണൽ മാനേജ്മെന്റിൽ വർക്കേഴ്സിന് ടൂൾസ് അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ പോലെ തന്നെയായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. ബട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ വർക്കേഴ്സിനെ ഇമ്പോർട്ടന്റ് അസറ്റ് ആയിട്ടാണ് ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് ദ ടൂൾ ഓർ മെഷീൻസ്. അപ്പൊ നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റിൽ വർക്കേഴ്സിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ടൂൾസ് അല്ലെങ്കിൽ മെഷീൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വ്യൂ ഇറ്റ് ആസ് ആൻ ഇമ്പോർട്ടന്റ് അസറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് അസറ്റ് ആയിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി പഴയ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണെങ്കിൽ നമ്മൾ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പേഴ്സണൽ മാനേജ്മെന്റിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ സ്ലോ ആയിരിക്കും. ബട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആണ് കമ്പയർഡ് ടു പേഴ്സണൽ മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമുക്ക് ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആണ്. Okay, decision making is slow in personal management, but the same is comparatively fast in human resource management. So personal management decision making slow ആണ്, human resource management എന്താണ് decision making കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. ഇനി പേഴ്സണൽ മാനേജ്മെന്റില് ഭാഗികമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
ഭാഗികമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. നമ്മള് ഫുള്ളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണ് ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനിഷ്യേറ്റീവ്സ് ആണ്. നമ്മൾ സംയോജിതമായിട്ട് ഓരോ എംപ്ലോയീസിന്റെയും കപ്പാസിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കി അവർക്ക് ഇൻസെന്റീവ്സും ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. In personal management, job design primarily based on division of work. നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയാൻ പറ്റും, നമുക്ക് ഫെയോൾഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഡിവിഷൻ ഓഫ് വർക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വർക്ക് നമ്മൾ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. വർക്ക് ഡിവിഷൻ ആണ്. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. വർക്ക് അല്ല ഡിവൈഡ് ചെയ്യുന്നത്, ഇവിടെ എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. Okay, personal management. In personal management, job design is primarily based on division of work. While in case of human resource management, employees are divided into groups or teams for performing any task. About personal management, jobs and the work divided division of work ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് ഓരോ ടാസ്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട വർക്ക് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. In PM, which is personal management, agreements are based on collective bargaining with the trade union. ഒരു പേഴ്സണൽ മാനേജ്മെന്റ് കൺസെപ്റ്റ് ഓർഗനൈസേഷൻ ട്രേഡ് യൂണിയനും കൂടി കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗെയിനിങ് വിലപേശലിന്റെ ബേസിലാണ് അത് എന്ത് ചെയ്യുന്നത്, ഓരോ എഗ്രിമെന്റ്സും കാര്യങ്ങളും ഫോം ചെയ്യുന്നത്. ഈ ട്രേഡ് യൂണിയനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ട്രേഡ് യൂണിയൻ, കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ പഠിക്കും, വലിയ ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ട്രേഡ് യൂണിയൻ ആയിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് വിലപേശുന്നതായിട്ട് വരും. എന്നിട്ടാണ് അവർ തീരുമാനത്തിലേക്ക് എത്തുന്നത്. Conversely, in HRM, there is no need for collective bargaining as individual contract assist with each employee. HRM അങ്ങനെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയി ആയിട്ടും ഇൻഡിവിജ്വൽ കോൺട്രാക്ട് ആണ്. ഓരോ എംപ്ലോയീസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ കോൺട്രാക്ടിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. In personal management, the pay is based on job evaluation. പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് അത് ജോബ് ഇവാലുവേഷൻ, ഇന്നാൾ ഇന്ന ജോബ് ചെയ്തു, ഇത്ര എമൗണ്ട് ഓഫ് സാലറി, അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്നും നോക്കിയിട്ടില്ല. അയാൾ എന്താ ജോബ് ചെയ്തത് അതിന്റെ ബേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു. Unlike HRM, where the basic of the pay is performance evaluation. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാലറി ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്ക് നല്ല രീതിയിലുള്ള ബോണസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മോശമായിട്ട് പെർഫോം ചെയ്ത ആൾക്കാണെങ്കിൽ ബേസിക് പേ മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ഓരോരുത്തരും ജോബ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്, ordinary activities such as employee hiring, remunerating, training and harmony. ജസ്റ്റ് എന്താണ്, എംപ്ലോയീസിനെ ഹയർ ചെയ്യാം, അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാം, അവർക്ക് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം, അവരൊത്തൊരുമയോട് കൂടി കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിനെയും വാല്യുബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ നല്ല രീതിയിൽ നമ്മളവരെ വാല്യുബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. which are to be valued, used and preserved. അവർ നല്ല രീതിയിൽ നമ്മൾ വാല്യൂ ചെയ്യാം, നല്ല രീതിയിൽ അവരെ യൂസ് ചെയ്യാം, അവർ നമ്മളെ സംരക്ഷിക്കാം, പ്രിസർവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറയാം. നമ്മൾ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് മെയിൻ ആയിട്ട് നമ്മുടെ എന്റർപ്രൈസിലെ വർക്ക് ഫോഴ്സ് ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് പോസിബിൾ യൂസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ള മാൻ പവറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പണ്ട് പേഴ്സണൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു കേട്ടിരുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറി അത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് എ ടൂൾ ഓർ മെഷീൻ.
പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മുടെ വർക്കേഴ്സിനെ ഒരു ടൂൾ അല്ലെങ്കിൽ മെഷീൻ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മുടെ എംപ്ലോയീസിന് നമ്മുടെ വർക്കേഴ്സിന് നമ്മൾ ഇമ്പോർട്ടന്റ് അസറ്റ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഈസ് സ്ലോ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റിൽ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. ബട്ട് ദ സെയിം ഈസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആണ് ഡിസിഷൻസ് മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മളൊരു ഫീസിബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനിഷ്യേറ്റീവ്സ്, സംരംഭങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ഭാഗികമായിട്ടാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനിഷ്യേറ്റീവ്സ് ആണ്. സംയോജിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നത്. ഇനി പേഴ്സണൽ മാനേജ്മെന്റിന്റെ ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. നമ്മുടെ മൊത്തം എൻറ്റയർ വർക്ക് ഡിവൈഡ് ടു സ്മോൾ ടാസ്ക്, ഈച്ച് ടാസ്ക് അസൈൻ ടു ഈച്ച് എംപ്ലോയി. അങ്ങനെയാണ് ഇവിടെ വരുന്നത് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ എംപ്ലോയീസിന് എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ടീംസ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അവരോട് നമ്മൾ എന്ത് പറയും, ഇന്ന വർക്ക് ചെയ്യണം എന്ന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ ഓരോ ഡിസിഷൻസും ഓരോ എഗ്രിമെന്റും എടുക്കുന്നത് ഓർഗനൈസേഷനും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും തമ്മിൽ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒരു ബാർഗെയിനിങ്ങിന്റെ ബേസിലാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലപേശലാണ്. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ പറയുന്നത് ഇത്ര എമൗണ്ടിന് വർക്കേഴ്സ് വർക്ക് ചെയ്യണം, അപ്പോ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഇത്ര എമൗണ്ടിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞ് കളക്റ്റീവായിട്ട് ഭയങ്കര വിലപേശലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ അങ്ങനെയുള്ള വിലപേശലിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഓരോ എംപ്ലോയിനെയും നമ്മൾ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരായിട്ട് ഇൻഡിവിജ്വൽ കോൺട്രാക്ടിൽ കമ്പനി ഏർപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കോൺട്രാക്ടിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുന്നത്. ഇനി നമ്മുടെ ബേസിക് പേഴ്സണൽ മാനേജ്മെന്റിൽ ബേസിക് പേ കൊടുക്കുന്നത് ജോബ് ഇവാലുവേഷന്റെ ബേസിലാണ്. ഇന്ന ആൾ ഇന്ന ജോബ് ചെയ്തു, അപ്പൊ ഇത്രയും സാലറി. ഇന്ന ആള് അക്കൗണ്ടന്റ് ആണ്, അപ്പൊ അയാൾക്ക് 40,000. ഇന്നാള് മാനേജറാണ്, അയാൾക്ക് 80,000. അങ്ങനെ ജോബിന്റെ ബേസിലാണ് പേഴ്സണൽ മാനേജ്മെന്റ് സാലറി കൊടുക്കുന്നത്. ബട്ട് HRM-ലേക്ക് വരുമ്പോ അവർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ബേസിലായിരിക്കും സാലറി കൊടുക്കുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരാൾക്ക് നല്ല രീതിയിലുള്ള എമൗണ്ട് ഓഫ് സാലറിയും കാര്യങ്ങളൊക്കെ ഇൻസെന്റീവ്സും ബോണസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി പേഴ്സണൽ മാനേജ്മെന്റ് ജസ്റ്റ് ഹയറിംഗ്, എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, റെമ്യൂണറേറ്റ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, അവർ ഒത്തൊരുമയോട് കൊണ്ടുപോവുക, അത്രയും ഉണ്ടായിരുന്നു നമ്മൾ പണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇത് കൂടാതെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ ഇമ്പോർട്ടൻസ് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിയും നമ്മുടെ ഓർഗനൈസേഷന്റെ വാല്യുബിൾ അസറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ട്രീറ്റ് ചെയ്യാനായി തുടങ്ങി. അവർ വാല്യൂ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, വാല്യുബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. വിച്ച് ആർ ടു ബി വാല്യൂഡ്, യൂസ്ഡ് ആൻഡ് പ്രിസർവ്ഡ്. അവർ കൂടുതലായിട്ട് വാല്യൂ ചെയ്യുന്നു, അവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു, അവർ നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ വാല്യൂ ചെയ്യുന്നു, അവരെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു, അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് ഏത് കൺസെപ്റ്റിന്റെ ബേസ് ആണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ബേസ് ആണ്. ഓക്കെ, ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കാൻ പറ്റുമോ? ഡിഫറൻസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. 9 points ഉണ്ട്, വേഗം റീഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ല. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് ജസ്റ്റ് ആ വർക്ക് ഫോഴ്സിനെ ജസ്റ്റ് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ എംപ്ലോയീസിനും ആ ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്ന ഈ വർക്ക് എംപ്ലോയി ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഓരോ എംപ്ലോയീസിന്റെ കഴിവ് എന്താണെന്ന്
കണ്ടെത്തി അവരെ ഏത് മേഖലയിലും നമ്മൾ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്ത ബെറ്റർ ആയിട്ട് അവർ പെർഫോം ചെയ്യും. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. Then fifth point, piecemeal distribution of initiatives ആണ്. Piecemeal distribution എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗികമായിട്ടായിരിക്കും ഇവർക്ക് ഇൻസെന്റീവ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇൻസെന്റീവ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സാലറിക്കുള്ള അല്ലെങ്കിൽ ആ ഒരു ജോബിനുള്ള ഇൻസെന്റീവ്സും കാര്യങ്ങളും കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നില്ല, ഇൻസെന്റീവ്സും കാര്യങ്ങളും കൊടുക്കുന്നില്ല. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് എല്ലാം നല്ല രീതിയിൽ സംയോജിച്ചുകൊണ്ട് ചില നല്ല രീതിയിൽ അവർക്ക് കോമ്പൻസേഷനും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് പേഴ്സണൽ മാനേജ്മെന്റ്. പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ഹയറിംഗ്, റെമ്യൂണറേറ്റിംഗ്, ട്രെയിനിങ് ആൻഡ് ഹാർമണിയാണ്. എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അവർക്ക് വേണ്ട റെമ്യൂണറേഷനും കാര്യങ്ങളും കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ദെൻ അവർക്ക് നല്ലൊരു തുരുമയോടുകൂടി അവരെ മുന്നോട്ട് കൊണ്ടുപോകുക. അത്രയുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുള്ള കൺസെപ്റ്റ് ആണ് നമ്മുടെ എംപ്ലോയീസിനെ വാല്യുബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നു, അവർ നമ്മൾ കൂടുതൽ വാല്യൂ ചെയ്യുന്നു, ദെൻ അവർ നല്ല ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു, പ്രിസർവ് ചെയ്യുന്നു, മീൻസ് സംരക്ഷിക്കുന്നു. അവർക്ക് വേണ്ട എംപ്ലോയീസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങള്, സേഫ്റ്റി, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അവർ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ ആണോ? ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. പെർഫോമൻസ് അപ്രൈസൽ ആണ്. ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ എന്നല്ലേ? ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ സെയിം ആണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് വേർഡാണ് ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ, ഓർ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നൊക്കെ പറയും. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പോ എല്ലാവരും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ് ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. ബട്ട് അതിൽ ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ജോബ് ഇവാലുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന ജോബ്, ആ ഒരു വർക്കിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ അല്ല, ആ ഒരു വ്യക്തിയുടെ ആ ഒരു ജോബിന്റെ ആ ടൈറ്റിൽ ഉണ്ടാവില്ലേ, ആ ടൈറ്റിലാണ് നമ്മൾ നോക്കുന്നത്. ആ ജോബാണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പെർഫോമൻസ് ഇവാലുവേഷനിലേക്ക് വരുമ്പോൾ ആ വ്യക്തി ആ ജോബ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കും. ആ ഒരു വ്യക്തി ആ ജോബ് എങ്ങനെയാണ് ചെയ്യുന്നത്, അദ്ദേഹം ആ ജോബ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്. നമുക്കിപ്പോ ഒരു സെയിൽസ് മാനേജറിന്റെ എക്സാമ്പിൾ ആണ് കിട്ടുക. സെയിൽസ് മാനേജറിന് ജോബ് ഇവാലുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താ, സെയിൽസ് മാനേജർ ഒരു 40,000 കൊടുക്കുന്നു സാലറി. പെർഫോമൻസ് ഇവാലുവേഷൻ ആണെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് സെയിൽസ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ലതാണോ, പ്രോഫിറ്റ് ആണോ അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹം എടുത്ത നടപടിക്രമങ്ങൾ, അത് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പെർഫോമൻസും കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാലറി കൊടുക്കും. അപ്പൊ നല്ല രീതിയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ 40,000 ആണ് സാലറി, പ്ലസ് നമ്മൾ എന്ത് കൊടുക്കും, ബോണസും കൂടി കൊടുക്കും. മനസ്സിലായോ? അപ്പൊ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് പേരാണ് ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ ജസ്റ്റ് ആ ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നു. പെർഫോമൻസ് ഇവാലുവേഷൻ ആ ജോബ് ചെയ്യുന്ന വ്യക്തിയുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യും. ഇനി ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാലോ. ഓക്കെ, ഇനി നമ്മൾ HR മാനേജറുടെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ മേജർ ആയിട്ടുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആസ് ദി മാനേജർ ഓഫ് ആൻ ഇമ്പോർട്ടന്റ് ഡിവിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ, നമുക്കറിയാം ഒരു HR മാനേജർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിവിഷൻ ആണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് HR എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. The duties are usually many and also hold great importance in the company. നമ്മുടെ HR മാനേജർക്ക് ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ആണ് കമ്പനിയിൽ കൊടുക്കുന്നത്. ഫോളോയിങ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് HR മാനേജർ. താഴെ പറയുന്നതാണ് HR മാനേജറിന്റെ ഡ്യൂട്ടീസ്. ഓക്കെ,
ആദ്യം തന്നെ കമ്പയർ ആൻഡ് പ്ലാനിങ് ദ ബെസ്റ്റ് യൂസ് ഓഫ് എംപ്ലോയി ടാലൻസ് ആൻഡ് സ്കിൽ. നമ്മുടെ എംപ്ലോയീസിന്റെ ടാലൻസും സ്കിൽസും നല്ല രീതിയിൽ ബെസ്റ്റ് യൂസ് ചെയ്യണം, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ എല്ലാ എംപ്ലോയീസിനും ചിലപ്പോൾ നമ്മൾ അസൈൻ ചെയ്യുന്ന ടാസ്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോ എംപ്ലോയിയുടെയും ടാലന്റും സ്കില്ലും അനുസരിച്ച് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും നമ്മൾ കൺവിൻസ് ചെയ്യാനുള്ള സ്കിൽസ് ഉള്ള ഒരാള് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മൾ റിക്രൂട്ട് ചെയ്തത് എന്താ പറയാ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് നമ്മൾ റിക്രൂട്ട് ചെയ്തത്. ബട്ട് അദ്ദേഹത്തിന് നല്ല എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇന്റർപേഴ്സണൽ സ്കില്ലും അതേപോലെ എല്ലാവരെയും ക്യാൻവാസ് ചെയ്യാനുള്ള സ്കില്ലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ടാലന്റും സ്കില്ലും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ഈ ഒരു പോസ്റ്റ് അക്കൗണ്ടിന്റെ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങളുടെ ടാലന്റും എക്സ്പീരിയൻസും സ്കില്ലും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് മാനേജർ ആകാൻ പറ്റുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇത് വെക്കും, ഒരു എഗ്രിമെന്റ് വെക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സാലറിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പ്രിഫർ ചെയ്യാണെങ്കിൽ അധികം ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന്റെ ടാലന്റും സ്കിൽസും കമ്പയർ ചെയ്തിട്ട് അവരെ ഏറ്റവും നല്ല, അവർക്ക് ഏത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആണ്. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഇനി administrator the work of support staff and specialist of their team. HR മാനേജർ ആണ് അഡ്മിനിസ്ട്രേറ്റർ. നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകൾ ഉണ്ടാവും, നമ്മുടെ സ്റ്റാഫുകൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും അവരുടെ ടീമിലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ആരാണ്? HR മാനേജർ ആണ്. കാരണം സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതും അവരെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും ആരാണ്? HR മാനേജർ ആണ്. ഇനി എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ദ ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. നമ്മൾ ഒരു നല്ല റിലേഷൻഷിപ്പ് എംപ്ലോയി ഓർഗനൈസേഷൻ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കേണ്ടത് HR മാനേജർ ആണ്. കാരണം ഓർഗനൈസേഷനിൽ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും എംപ്ലോയീസിന് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ടോപ്പ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ആരിലൂടെയാണ്? HR മാനേജറിലൂടെയാണ്. സോ HR മാനേജർ നല്ല രീതിയിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യണം? സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ establishing a relationship between employee and the organization and management. Guiding, helping their team in recruiting and hiring employee workforce. HR മാനേജർ ആണ് നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. ആ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ അവരുടെ ടീമിനെ ഗൈഡ് ചെയ്യുക, അവർക്ക് എംപ്ലോയി വർക്ക് ഫോഴ്സിന് ഇന്ന എംപ്ലോയി നല്ലതായിരിക്കും, നല്ല രീതിയിലായിരിക്കും അവര് പെർഫോം ചെയ്തിരിക്കുന്നത്, ഇന്ന എംപ്ലോയി ആണ് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? HR മാനേജർക്ക് ഉണ്ട്. മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാംസ്. നമ്മുടെ എംപ്ലോയീസിന് ബെനിഫിറ്റ്സ്, ബോണസ്, ഇൻസെന്റീവ്സ്, സാലറി, വേജ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആരാണ്? HR മാനേജറാണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും ബെനിഫിറ്റ്സ് പ്രോഗ്രാംസും കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആരാണ്? HR മാനേജറാണ്. അത് നോക്കി നടത്തുന്നതും നടപ്പിലാക്കുന്നതും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതും ആരാണ്? HR മാനേജർ തന്നെയാണ്. Solving and avoiding different types of conflict arising in an organization. നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരും, തർക്കങ്ങളും പ്രോബ്ലംസും കാര്യങ്ങളും വരും. അങ്ങനെ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും അത് അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ അത് മാറ്റിയെടുക്കുക, അത് അവോയ്ഡ് ചെയ്യാൻ, അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് അതിനെ മാറ്റുന്നത് അതാരാണ്? കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? HR മാനേജറാണ്. ഒരു കോൺഫ്ലിക്റ്റ് വരാണെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം HR മാനേജർക്കാണ്. അതേപോലെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരാതെ അവോയ്ഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ്? HR മാനേജർക്കാണ്.
Consulting with department managers over important organizational issues. The organization different kinds of issues and problems face ചെയ്യും. So ആ സമയത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഉണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവരുമായിട്ട് നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്യുക, അവരോട് നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ സംസാരിക്കും, അത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? HR മാനേജർക്കാണ്. നമ്മൾ നോക്കിയത് HR മാനേജറുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്നാണ് നോക്കിയത്. HR മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ഡിവിഷൻ തന്നെയാണ്. ആ ഡിവിഷന്റെ ഹെഡാണ് HR മാനേജർ. അപ്പോ അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബെസ്റ്റ് യൂസ് ഓഫ് ടാലന്റഡ് എംപ്ലോയീസ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ടാലന്റഡ് എംപ്ലോയീസിനെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ അഡ്മിനിസ്ട്രേറ്റ് വർക്ക് ഓഫ് സപ്പോർട്ട് ടു ദ സ്റ്റാഫ്. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. Then establishing relationship between employee and organization. എംപ്ലോയിയും ഓർഗനൈസേഷനും തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഗൈഡ് ഇൻ ഹെൽപ്പിംഗ് ദ ടീം ഇൻ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് എംപ്ലോയീസ് വർക്ക് ഫോഴ്സ്. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് പുതുതായിട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട ഗൈഡും ഹെൽപ്പും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. എംപ്ലോയീസിന് വേണ്ട ബെനഫിറ്റ്സ് പ്രോഗ്രാംസ് മാനേജ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റുകൾ വരാതിരിക്കാൻ നോക്കുക. അങ്ങനെ വരാണെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് HR മാനേജർ എടുക്കണം. നമ്മുടെ ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൺസൾട്ടേഷൻ കാര്യങ്ങളും എന്ത് ചെയ്യുക? അക്യൂർ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് HR മാനേജറിന്റെ ഡ്യൂട്ടീസ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. റീഡ് ചെയ്തേ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും, ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് വരുന്നത് കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ഇഷ്യൂസ്. നമ്മുടെ ഓർഗനൈസേഷൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ് എന്ത് ചെയ്യേണ്ടി വരും? ഫേസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കൺസൾട്ട് ചെയ്യണം. ഇപ്പൊ പർച്ചേസ്, സെയിൽസ്, അതേപോലെ തന്നെ ഫിനാൻസ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കൺസൾട്ടേഷനോട് കൂടി നമ്മളൊരു തീരുമാനത്തിലൊരു അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, ക്ലിയർ ആയോ ടോപ്പിക്? HR മാനേജേഴ്സിന്റെ ഡ്യൂട്ടി മനസ്സിലായോ? ഓക്കെ, ഇതിൽ നമ്മള് ലാസ്റ്റ് പോയിന്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് കണ്ടു. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിന് കണ്ടു അല്ലെ? ഈ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറയും, ലൈൻ മാനേജേഴ്സ്. എന്താണ് പറയുന്നത്? ലൈൻ മാനേജേഴ്സ്. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടല്ലോ, ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കും പർച്ചേസ് മാനേജർ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കും ഫിനാൻസ് ഓഫീസർ ഓർ ഫിനാൻസ് മാനേജർ എന്ന് പറയും. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കും സെയിൽസ് ഓഫീസർ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് പ്രൊഡക്ഷൻ മാനേജർ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഹെഡുകൾ ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോ അവരുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്, ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ HR മാനേജേഴ്സിന്റെ ഡ്യൂട്ടി എല്ലാവർക്കും മനസ്സിലായി. ഇനി നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്.
Line manager is a person or an employee of an organization who directly directs the other employees. മറ്റുള്ള എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യും. അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റുള്ള എംപ്ലോയീസിന് വേണ്ട ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ലൈൻ മാനേജർ ആണ്. ആൻഡ് ഈസ് ഇൻ ചാർജ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ എ ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും ചാർജ് ആർക്കാണ്? ലൈൻ മാനേജേഴ്സിനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റിംഗ് മാനേജറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ ഇൻചാർജ് ആർക്കായിരിക്കും? മാർക്കറ്റിംഗ് മാനേജേഴ്സായിരിക്കും. ഓക്കെ. The line manager reports to someone in higher position. അപ്പൊ ലൈൻ മാനേജർ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ ആരോട് റിപ്പോർട്ട് ചെയ്യണം? അദ്ദേഹത്തിന്റെ ഹയർ പൊസിഷനിലേക്കാണ് ഇവര് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. Following are the duties of line manager. താഴെ പറയുന്നതാണ് ലൈൻ മാനേജറുടെ ഡ്യൂട്ടീസ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ലൈൻ മാനേജർ ഫോളോ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്ന് നമുക്ക് നോക്കാം. Recruiting and hiring talent to fill the team position. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വേക്കന്റ് ആയിട്ട് പൊസിഷൻസ് വരുമ്പോൾ ആ വേക്കന്റ് പൊസിഷനിലേക്ക് റിക്രൂട്ട്മെന്റ് ആൻഡ് ഹയറിംഗ് നടത്തണം. അത് HR മാനേജ്മെന്റ് ആണ് ഹയറിംഗ് കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പൊ നമ്മളിപ്പോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നെങ്കിൽ സെയിൽസ് മാനേജർ കൂടി വേണം. ആ ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സിൽ ആരും കൂടി വേണം ഇൻവോൾവ് ആവണം. സെയിൽസ് മാനേജർ കൂടി ഇൻവോൾവ് ആവണം. കാരണം അദ്ദേഹത്തിനായിരിക്കും ആ ഒരു എംപ്ലോയി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവോ എന്ന് കറക്റ്റ് ആയിട്ട് തീരുമാനം എടുക്കാനായിട്ട് ആർക്കാണ് പറ്റുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഹെഡിനായിരിക്കും കുറച്ചുകൂടി പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തു, ഹയർ ചെയ്ത് കഴിഞ്ഞു, അവർക്ക് വേണ്ട സപ്പോർട്ടും ട്രെയിനിങ്ങും കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലൈൻ മാനേജറുടെ ഉത്തരവാദിത്തമാണ്. Provide training and support to new hires. നമ്മൾ പുതുതായി ഹയർ ചെയ്ത എംപ്ലോയീസിന് വേണ്ട സപ്പോർട്ടും ട്രെയിനിങ്ങും കൊടുക്കണം. Then job rotation, ensure job rotation and minimize job rotation, ensure job rotation and minimize the assignment coverage gap. Okay. ജോബ് റൊട്ടേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു എംപ്ലോയിനെ എന്ത് ചെയ്തു? റിക്രൂട്ട് ചെയ്തു. ആ എംപ്ലോയിക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ വർക്കിനെ കുറിച്ചിട്ടും എന്ത് വേണം? നോളജ് വേണം. അപ്പൊ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജോബില് ഇപ്പൊ എന്താ പറയാ, ഒരു ജോബില് ഒരു 6 മാസം പ്ലേസ് ചെയ്തു. ദെൻ ആ എംപ്ലോയിനെ അടുത്തൊരു ജോബില് 6 മാസം പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ജോബിലേക്ക് 6 മാസം. അപ്പൊ ആ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ വർക്കിനെ കുറിച്ച് ആർക്ക് അറിവുണ്ടാവും? നിങ്ങൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് അറിവുണ്ടാവും. ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ് തന്നെയാണ് ഏത് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റ്സ് കവറേജ് ഗ്യാപ്സ്, മിനിമൈസ് ദ അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ് കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. ചിലപ്പോ അവർക്ക് ആ ഒരു നമ്മള് പെട്ടെന്ന് നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ആ ഓർഗനൈസേഷന്റെ വർക്കും കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ ഈ ജോബ് റൊട്ടേഷനോട് കൂടി നമ്മളെ ആ ഓർഗനൈസേഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള എൻറ്റയർ അസൈൻമെന്റ്സും കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് ആ വർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം നമ്മളോട് ആ ഒരു വർക്ക് ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ നല്ല കോൺഫിഡന്റ് ആയിരിക്കും. ഓക്കെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ജൂനിയർ അക്കൗണ്ടന്റ് ആണ് ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ജൂനിയർ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? സീനിയർ അക്കൗണ്ടന്റ് എല്ലാവരും ജൂനിയർ അക്കൗണ്ടന്റ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് സീനിയർ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? അവിടെയുള്ള എല്ലാ വർക്കിനെ കുറിച്ചും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ വർക്കുകളെല്ലാം അദ്ദേഹത്തിനെ കൊണ്ട് ജൂനിയർ അക്കൗണ്ടന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ആ ഒരു വർക്കിനെ കുറിച്ചിട്ടും സീനിയർ അക്കൗണ്ടന്റ് എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും വ്യക്തമായ ഒരു ധാരണ വന്നു. പിന്നെന്താണ്, ഇപ്പൊ സീനിയർ അക്കൗണ്ടന്റ് റിട്ടയർഡ് ആവുന്ന സമയത്ത് നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? ജൂനിയർ അക്കൗണ്ടന്റിനെ സീനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് എന്ത് ചെയ്താൽ മതി? പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? Then providing coaching and performance feedback to all team members. നമ്മൾ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ആദ്യമായിട്ട് ഒരു എംപ്ലോയി നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് വിചാരിക്കും, അവർക്ക് എങ്ങനെ സെയിൽ ചെയ്യണമെന്നോ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റണമെന്നില്ല. സോ അവർക്ക് വേണ്ട ട്രെയിനിങ് കോച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കണം. അതേപോലെ അവരുടെ പെർഫോമൻസ് ഫീഡ്ബാക്ക് നമ്മള് സെയിൽസ് മാനേജർ എന്ത് ചെയ്യും? എല്ലാ മാസവും ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട്
നമ്മൾ എന്ത് ചെയ്യും, ഇന്ന ആളാണ് ബെസ്റ്റ് എംപ്ലോയി, ഇന്ന ആളാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ ഗുഡ്സ് കാര്യങ്ങളൊക്കെ വിറ്റിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരൊന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യും, അപ്രിസിയേറ്റ് ഒക്കെ ചെയ്യും. അപ്പോ എംപ്ലോയി ഓഫ് ദ മന്ത്, ഏറ്റവും കൂടുതൽ ഗുഡ്സ് സെയിൽ ചെയ്ത ആളാണ്. ഫീഡ്ബാക്കും കാര്യങ്ങളും കിട്ടാണ്. എല്ലാ ടീം മെമ്പേഴ്സിനും ഫീഡ്ബാക്കും കാര്യങ്ങളും കിട്ടുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും, മോട്ടിവേഷൻ വരും. ഓക്കെ, മനസ്സിലായോ? പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ടീം മെമ്പേഴ്സ്. ഇത് എല്ലാ ഓർഗനൈസേഷനും കണ്ടക്ട് ചെയ്യുന്ന, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷനും നടത്തുന്ന ഒരു കാര്യമാണ് ഇത്, പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഫീഡ്ബാക്ക് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫങ്ഷണൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഗോൾസ്. നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾ ഉണ്ടാവും, അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഓരോ ഫങ്ഷണൽ യൂണിറ്റിനും അതിൻ്റെതായ ഗോൾ ഉണ്ടാവും. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ ന്യൂലി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്, ലൈൻ മാനേജർ ആണ് അവരോട് ഈ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഗോൾസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മെഷറിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ടീം മെട്രിക്സ് ആൻഡ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് ടാർഗറ്റ് ആൻഡ് മോണിറ്ററിംഗ് ദ പ്രോഗ്രസ്. ഓരോ എംപ്ലോയീസിനെയും ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ഓരോ ടീമിനെയും നമ്മൾ മെഷർ ചെയ്യുന്നു. ഓരോ ടീമുകളും ചെയ്യുന്ന വർക്കും കാര്യങ്ങളും നമ്മൾ മെഷർ ചെയ്യുന്നു. അവരുടെ പെർഫോമൻസ് മെട്രിക്സും കാര്യങ്ങളും അവർ ടാർഗറ്റ്, നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു മന്ത്ലി കിട്ടുന്നത് എത്രയാണ്, 1000 യൂണിറ്റ്സ് ആണെങ്കിൽ അവരുടെ ടാർഗറ്റ് എത്രയാണ്, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എത്രയാണ്, 1000 ആണ്. അപ്പോ പക്ഷെ അവർക്ക് ഈ മാസം സെയിൽ ചെയ്യാൻ പറ്റിയത് 900 ആണ്. അപ്പൊ അവർക്ക് എത്ര ഡീവിയേഷൻ ഡിഫറൻസ് വന്നിട്ടുണ്ട്, 100 യൂണിറ്റ്സിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ഈ 100 യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അവരിപ്പോ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, സെയിൽ ചെയ്തിട്ടില്ല. അപ്പൊ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ആരാണ് സെയിൽ കുറവ് ചെയ്തത് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസും കോച്ചിങ്ങും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ ടാർഗറ്റും പെർഫോമൻസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അവരുടെ പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതും ആരാണ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ്, ലൈൻ മാനേജേഴ്സ് ആണ്. റെക്കഗ്നൈസിംഗ് വെൻ കറക്റ്റീവ് ആക്ഷൻ ആർ റിക്വയർഡ്. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ എന്തുകൊണ്ടാണ് പെർഫോമൻസ് മോശമാവാനുള്ള കാരണം, എന്നാൽ നമുക്ക് എന്ത് കറക്റ്റീവ് ആക്ഷൻ ആണ് എടുക്കാൻ പറ്റുന്നത്, ട്രെയിനിങ് കൊടുക്കണോ, അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണോ, അങ്ങനെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ആര്, ലൈൻ മാനേജർ. Ensure quality standard for all the process on their team. നമ്മളൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. ഓരോ എംപ്ലോയീസും എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡിഫറൻസ് കാര്യങ്ങളും ഏത് എംപ്ലോയി ആണ് മോശമായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇവാലുവേഷൻ ഓവറോൾ ടീം ഇൻഡിവിജ്വൽ പെർഫോമൻസ്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ടീമിനെയും ഇൻഡിവിജ്വൽ പെർഫോമൻസും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡിങ് പെർഫോമൻസ് ഇവാലുവേഷൻ, അവരോട് തന്നെ പറയാം നിങ്ങൾ ഇങ്ങനെയാണ് പെർഫോമൻസ്, ഇങ്ങനെ പെർഫോം ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് അത്രയും നാൾ പോകാൻ പറ്റില്ല. അവരോട് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. Enlarging and coordinating with the other line managers across the organization. നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റിൽ, ഞാൻ പറഞ്ഞത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റില് സെയിൽസ് മാനേജറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സെയിൽസ് മാനേജർ മാത്രമല്ല നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ, ഫിനാൻസ്, പിന്നെ പർച്ചേസിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും നല്ല രീതിയിൽ നമ്മൾ കോർഡിനേഷനോട് കൂടി നല്ലൊരു ഹാർമണിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. Providing report on productivity and other performance indicators to senior management. നമ്മളുടെ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷൻ സെയിൽസിന്റെ കേസ് വിചാരിക്കും, ഞങ്ങൾ ഇത്രയും യൂണിറ്റ്സ് ഇന്ന മാസം നമ്മൾ എന്തെങ്കിലും സെയിൽ ചെയ്തു എന്ന റിപ്പോർട്ട് ആ കൊടുക്കണം, സീനിയർ മാനേജ്മെന്റിന് പാസ് ചെയ്യണം. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന റിപ്പോർട്ട് ആരോട് പറയണം, സീനിയർ മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയുമാണ് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ലൈൻ മാനേജേഴ്സിന് തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സ്, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കൂ ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടി.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? അപ്പൊ നമ്മള് ഇമ്പാക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർഗനൈസേഷണൽ പെർഫോമൻസിന്റെ ഇമ്പാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. HR manager, HR management practice can improve employee skill and ability so that they improve organizational performance. നമുക്ക് HR management practice നല്ല രീതിയിൽ എംപ്ലോയി സ്കിൽസ് ആൻഡ് എബിലിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുവഴി ഓർഗനൈസേഷണൽ ഓവറോൾ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Training is an important tool used to develop skill and knowledge as a method of boosting an individual. ഒരു ഇൻഡിവിജ്വലെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സ്കിൽസ് ആൻഡ് നോളജ് ഇൻക്രീസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ടൂൾ ആണ് എന്ത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കണം. അൾട്ടിമേറ്റ്ലി ആൻ ഓർഗനൈസേഷൻ കറന്റ് പെർഫോമൻസ് in terms of efficiency, effectiveness and productivity. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ്ലി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെയും ഓർഗനൈസേഷനും നല്ല രീതിയിൽ എഫിഷ്യൻസിയോട് കൂടി എഫക്റ്റീവ്നെസ്സോട് കൂടി നല്ല പ്രൊഡക്ടിവിറ്റിയോട് കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് HRM-ന്റെ മെയിൻ ആയിട്ടുള്ള പ്രാക്ടീസ്. നമ്മൾ HRM-നെ അഫക്ട് ചെയ്യുന്ന പോസിറ്റീവ്ലി ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ്, താഴെ പറയുന്ന പോയിന്റ്സിനെ HRM അഫക്ട് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നത് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. HRM-ന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്ത്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ റിക്രൂട്ട് ചെയ്യുക. ദെൻ അടുത്തത് എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. നമ്മുടെ എംപ്ലോയീസിന് ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അവരെന്ത് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക. അതും എന്താണ്, HRM-ന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്ത് നല്ല പ്രൊഡക്ടിവിറ്റി, അതേപോലെ പുതുതായിട്ട് വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവാനായിട്ട് അവരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതുവഴി ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, അക്കംപ്ലിഷ് ചെയ്യുക, നേടിയെടുക്കുക. ഇത്രയുമാണ് HRM നോക്കുന്ന, HRM അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞു റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ് ആണ്. ദ റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് is an essential aspect in any organization which mainly derive the output and efficiency of the organization. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയും കാര്യങ്ങളും എന്താണ്, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആണ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ കോർഡിനേഷൻ കൺട്രോൾ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനർത്ഥം എന്താണ്, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ബെറ്റർ ആയിട്ടാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് of any organization is mainly controlled by human resource department of the organization. Recruitment എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു, നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, ആ ജോബിലേക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നു. ഇതാണ് റിക്രൂട്ട്മെന്റ്. ഇത് മെയിൻലി ആരാ ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഫുൾ പ്രോസസ്സും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദ മേജർ സ്കിൽസ് ആണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മേജർ ആയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും പറയുന്നത്. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് വർക്ക് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് അക്രോസ് ദ ഓർഗനൈസേഷൻ. HR മാനേജ്മെന്റിന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ സ്റ്റാഫ് മെമ്പേഴ്സിനോട് നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൂടി വർക്ക് ചെയ്യാനും പറ്റണം. The ability to work in a team to motivate other staff for productive outcome. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, ബാക്കിയുള്ള നമ്മളുടെ ഓർഗനൈസേഷൻ സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് ഔട്ട്കം, നല്ല ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. എബിലിറ്റി ടു അനലൈസ് ദ സിറ്റുവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സോൾവിംഗ് എനി ഇഷ്യൂസ് ഇൻ ദ ഓർഗനൈസേഷൻ. HR മാനേജ്മെന്റിന് എന്തിനുള്ള എബിലിറ്റി വേണം, നമ്മള് പ്രശ്നങ്ങൾ വരുമ്പോ, നമുക്ക് എന്താ പ്രോബ്ലംസും ഇഷ്യൂസും വരുമ്പോ അത് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടി വേണം. എബിലിറ്റി ടു ഗൈഡ് ആൻഡ് മാനേജ് സ്റ്റാഫ് മെമ്പേഴ്സ്.
നമ്മള് ഗൈഡ് ചെയ്യണം. അതേപോലെ നമ്മള് സ്റ്റാഫുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനായിട്ട് അവരുടെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സജഷൻസ് കാര്യങ്ങൾ കൊടുക്കാനുള്ള എബിലിറ്റി കൂടി ആർക്ക് വേണം? HR മാനേജ്മെന്റിന് വേണം. The position must be aware about technical things. നമ്മളുടെ HR മാനേജ്മെന്റിന്റെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ടെക്നിക്കൽ തിങ്സ്, നമ്മുടെ ഓർഗനൈസേഷനെ ടെക്നിക്കൽ ആസ് വെൽ ആസ് മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. The position must be aware about the technical things. Computer in order to manage the technical resource in restaurant. നമുക്ക് നല്ല രീതിയിൽ കമ്പ്യൂട്ടറും കാര്യങ്ങളും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം ആര്? HR മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാം. The fundamental thing in decision making capability and the confidence to manage crucial decisions within the organization. മെയിൻ ആയിട്ടുള്ള നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി, നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം HR മാനേജ്മെന്റിൽ വേണ്ടത്. നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം ക്രൂഷ്യൽ ആയിട്ടുള്ള സമയങ്ങളിൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു എബിലിറ്റി ആർക്ക് വേണം? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വേണം. കാരണം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ നമ്മളെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അഫക്ട് ചെയ്യാറുണ്ട്. സോ അപ്പം നല്ല കോൺഫിഡൻസോട് കൂടി നല്ല രീതിയിൽ ക്രൂഷ്യൽ ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം HR മാനേജ്മെന്റ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ കാണുകയാണെങ്കിൽ നല്ലൊരു കോർഡിനേഷനും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആ ഓർഗനൈസേഷനിൽ നല്ലൊരു HR മാനേജർ ഉണ്ട്, അവിടെയുള്ള വർക്കും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ അതിന് പുറകിൽ ആരുണ്ട്? നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് പോയിന്റ് കൂടി റീഡ് ചെയ്യട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ സമയം തരാം. ഈ ലാസ്റ്റ് സെക്കൻഡ് പോയിന്റ് ആണ് എടുക്കുന്നത്. എംപ്ലോയി റീടെൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയി. നമ്മൾ എംപ്ലോയീസിന് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കണം. കാരണം ഈ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്, സമയവും നമുക്ക് കോസ്റ്റ് കൂടുതലാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? HR മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. വൺ ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ ആണ് HR മാനേജ്മെന്റ്. മാനേജിംഗ് എംപ്ലോയി റിറ്റൻഷൻ include developing plans to sustain high employee morale and focus on elect to remain employed and fully productive for the benefits of the organization. നമ്മുടെ എംപ്ലോയി റിറ്റൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല ഡെവലപ്മെന്റ് ട്രെയിനിങ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അതുവഴി നല്ല ഹൈ പെർഫോം ചെയ്യുന്ന ഹൈ മോറലുള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ റിറ്റെയിൻ ചെയ്യണം. അതുപോലെ അവർ നല്ല ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അതുവഴി നമ്മുടെ ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും അക്യൂർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ റീറ്റെയിനും കൂടി ചെയ്യണം. നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. A comprehensive employee retention program can play a vital role in both attracting and retaining key employees. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കീ എംപ്ലോയീസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് കീ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവരെ നമ്മള് കോംപ്രിഹെൻസീവ് എംപ്ലോയി റിറ്റൻഷൻ പ്രോഗ്രാംസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ESI, മിക്ക എംപ്ലോയറും ESI സ്കീംസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നിലനിൽക്കും. ആസ് വെൽ ആസ് ടു റെഡ്യൂസിംഗ് ടേൺ ഓവർ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് കോസ്റ്റ്. നമുക്ക് ടേൺ ഓവർ കുറയ്ക്കാനും റിലേറ്റഡ് ആയിട്ട് വരുന്ന ചെലവുകളും കാര്യങ്ങളും കുറയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പോ രണ്ടാമത് പറഞ്ഞത് എംപ്ലോയി റിറ്റൻഷൻ ആണ്. എംപ്ലോയി റിറ്റൻഷൻ വളരെ മെയിൻ ആയിട്ടുള്ളൊരു HR ഒരു ഡ്യൂട്ടിയാണ്. നമ്മൾ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. സോ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുക എന്ന് പറഞ്ഞ വലിയ ടാസ്ക് ആണ്. അപ്പോ ആ എംപ്ലോയീസിന് നമ്മൾ കീ എംപ്ലോയീസിനേക്കാൾ നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയി റിറ്റൻഷൻ പ്രോഗ്രാംസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ESI. നമ്മുടെ സ്ഥാപനം ESI കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തിൽ തന്നെ നിൽക്കുള്ളൂ. ESI ഇല്ലാത്ത സ്ഥാപനത്തിലേക്ക് പോകില്ല. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. നമ്മുടെ പാരന്റ്സിനും ഒക്കെ ഇൻഷുറൻസ് ഒക്കെ കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താനായിരിക്കും ശ്രമിക്കുന്നത്.
അതുവഴി നമുക്ക് ടേൺ ഓവർ, എംപ്ലോയി ടേൺ ഓവറും കാര്യങ്ങളും. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്നതിനെയാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ്, ഒരു എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിൽ വിട്ടു പോവുകയാണെങ്കിൽ ആ പോസ്റ്റിലേക്ക് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യണം, അത് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവും കാര്യങ്ങളും വരും. അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് റീഡ് ചെയ്ത് നോക്കാൻ പറ്റുമോ? റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസും എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസും. മനസ്സിലായോ എല്ലാവർക്കും? പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നോളജ് അതേപോലെ തന്നെ ടെക്നിക്കൽ നോളജ് കൂടി അറിവ് വേണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആവുമ്പോൾ ടെക്നിക്കൽ നോളജിലും കൂടി കമ്പ്യൂട്ടർ നോളജ് അതേപോലെ ലേറ്റസ്റ്റ് ടെക്നോളജിയിലും എന്ത് വേണം, നല്ല രീതിയിലുള്ള അറിവ് അദ്ദേഹത്തിന് വേണം. ഓക്കെ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇമ്പാക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am.